എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നീതി ആയോഗിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇതിനകത്തെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണിത്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ഇതൊരു ഉപദേശക സമിതിയാണ്. ഇത് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് ഇത് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-ന്. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. കൂടാതെ തിങ്ക് ടാങ്ക്, പോളിസി കമ്മീഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. തിങ്ക് ടാങ്ക്, പോളിസി കമ്മീഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം നീതി ഭവനാണ്, ന്യൂഡൽഹി. അടുത്തത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലത്തിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കുക. പ്രധാന പങ്കാളികൾക്കും ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായ ചിന്താ ടാങ്കുകൾക്കും വിദ്യാഭ്യാസ, നയ, ഗവേഷണ സ്ഥാപനങ്ങൾക്കുമിടയിൽ ഉപദേശം നൽകുന്നതിനും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസന അജണ്ട നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ഇൻ്റർസെക്ടറൽ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുക. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും അവയുടെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കാനും നിരീക്ഷണത്തിലൂടെ ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ ആവശ്യമായ മിഡ് കോഴ്സ് തിരുത്തലുകൾ ഉൾപ്പെടെ നൂതനമായ മെച്ചപ്പെടുത്തലുകൾക്കായി ഉപയോഗിക്കുക. അത്യാധുനിക റിസോഴ്സ് സെൻ്റർ നിലനിർത്തുന്നതിനും സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായിരിക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ആവശ്യമായ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നിർവഹണം സജീവമായി നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വിജയത്തിൻ്റെ സാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള വിഭവങ്ങൾ, പ്രോഗ്രാമുകളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത അപകടസാധ്യതയുള്ള നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ദേശീയ, അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരടങ്ങുന്ന ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുന്നതിന് ദേശീയ വികസന അജണ്ട നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ഇത്രയൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിൻ്റെ ഘടന നോക്കാം. ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്ഥിര അംഗങ്ങൾ, പരമാവധി 2 താൽക്കാലിക അംഗങ്ങൾ, 4 ഔദ്യോഗിക അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ. ഇത്ര അടങ്ങുന്നതാണ് നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി, ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്ഥിരാംഗങ്ങൾ, പരമാവധി 2 താൽക്കാലിക അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ.
നമുക്കടുത്ത ഭരണസമിതി നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി, എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നീതി ആയോഗിലെ വൈസ് ചെയർപേഴ്സൺ, മുഴുവൻ സമയ അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവർ അടങ്ങുന്നതാണ് നീതി ആയോഗിൻ്റെ ഭരണസമിതി. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. അദ്ദേഹം ഇപ്പം നിലവിൽ ഫിനാൻസ് കമ്മീഷൻ്റെ അധ്യക്ഷനാണ്. ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളർ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത്. ഇനി നിലവിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദി, നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബറി, നിലവിലെ CEO BVR സുബ്രഹ്മണ്യം, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ. പ്രത്യേക ക്ഷണിതാക്കൾ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ്, റാവു ഇന്ദർജിത് സിംഗ്. മുഴുവൻ സമയ അംഗങ്ങൾ VK സാരസ്വത്, രമേശ് ചന്ദ്, VK പോൾ, അരവിന്ദ് വീരമണി. നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് വിവേക് ദിബ്രോയ്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ വേഗത്തിലും ഫലപ്രദമായും പരിവർത്തനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അടുത്തത് ലൈഫ്, പരിസ്ഥിതിക്ക് അനുയോജ്യമായ ജീവിതശൈലി. ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ലളിതമായ പ്രവൃത്തികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക എന്നതാണ് ലൈഫ് മിഷൻ്റെ ദൗത്യം. അടുത്തത് സംസ്ഥാന പിന്തുണാ ദൗത്യം, സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഘടനാപരമായും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമായ ഇടപെടൽ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു കൂട്ട സംരംഭമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. 2047 അവരുടെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ സഹായിക്കുക. 2047 അവരുടെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അടുത്തത് വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം, സ്ത്രീ ശിശു വികസനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലിംഗപരമായ ശാക്തീകരണത്തിനുമുള്ള നയപരമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തത് നാഷണൽ ഡാറ്റ ആൻഡ് അനലറ്റിക് പ്ലാറ്റ്ഫോം. ഗവൺമെൻറ് ഡാറ്റയുടെ ആക്സസും ഉപയോഗവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നീതി ആയോഗിൻ്റെ മുൻനിര സംരംഭമാണ് നാഷണൽ ഡാറ്റ ആൻഡ് അനലറ്റിക് പ്ലാറ്റ്ഫോം. അടുത്തത് ശൂന്യ, റൈഡ് ഹെയിലിങ്ങിനും ഡെലിവറികൾക്കുമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ വിന്യാസം ത്വരിതപ്പെടുത്തി ഇന്ത്യയിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. അടുത്തത് നീതി പ്രഭാഷണങ്ങൾ. ഇന്ത്യയും ആഗോള സമ്പദ് വ്യവസ്ഥയും, സാങ്കേതികവിദ്യയും പരിവർത്തനവും, രാഷ്ട്രങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും മത്സരശേഷി, പുതിയ ഉൾക്കാഴ്ചകൾ, എല്ലാവർക്കും AI സമഗ്ര വളർച്ചയ്ക്കായി കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം, വികസനത്തിൽ സാമ്പത്തിക മേഖലയുടെ പങ്ക്. ഇത്രയാണ് നീതിയുടെ പ്രഭാഷണങ്ങൾ. ഇത്രയാണ് നീതിയുടെ സംരംഭങ്ങളിലുള്ളത്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ബുക്സുകളാണ്. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.